ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം നീട്ടില്ലെന്ന് സുപ്രീം കോടതി. ജൂൺ 2-ന് തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. ജിൽബി തോംസണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ദില്ലിയിൽ നിന്നും. ജിൽബി, ഇടക്കാല ജാമ്യം അടിയന്തര പ്രാധാന്യത്തോടു കൂടി ആ അപേക്ഷ പരിഗണിക്കണമെന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആവശ്യം. എന്നാൽ ഇന്നലെ അത് നിഷേധിച്ചിരുന്നു സുപ്രീം കോടതി. ഇന്ന് ഇടക്കാല ജാമ്യം നീട്ടിവെക്കാനാകില്ല എന്നൊരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെ? വിനീഷ, മദ്യനയ അഴിമതി കേസിൽ ജൂൺ 1 വരെയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത്. ജൂൺ 2-ന് തിരിച്ച് തിഹാർ ജയിലിൽ എത്തണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. എന്നാൽ 7 ദിവസത്തേക്ക് കൂടി ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം അവധിക്കാല ബെഞ്ച് അതിൽ ഇടപെട്ടിരുന്നില്ല. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുമ്പാകെ ഉന്നയിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഇടക്കാല ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട ഒരു അപേക്ഷ സുപ്രീം കോടതിയിൽ കെജ്രിവാൾ നൽകിയതെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി രജിസ്ട്രി ഈ അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ജൂൺ 2-ന് തന്നെ കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സ്ഥിര ജാമ്യത്തിനായി ദില്ലി മുഖ്യമന്ത്രിക്ക് വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് നേരത്തെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനാൽ തന്നെ ഈ അപേക്ഷ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി രജിസ്ട്രി അറിയിച്ചിരിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നത്. വിനീഷ, അതായത് നിലവിലെ കാലയളവായ ജൂൺ 1-ാം തീയതി ഇടക്കാല ജാമ്യം നിലവിൽ ലഭിച്ച ഇടക്കാല ജാമ്യം ജൂൺ 1-ാം തീയതി തീരും. ജൂൺ 2-ാം തീയതി തന്നെ തിഹാർ ജയിലിൽ ഹാജരാകണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, അല്ലേ ജിൽബി? വിനീഷ, നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ അവധിക്കാല ബെഞ്ചാണ് സുപ്രീം കോടതിയിലെ കേസുകളൊക്കെ പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ഈ ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ നേരത്തെ തന്നെ വാദങ്ങളൊക്കെ പൂർത്തിയായിരുന്നു. മെയ് 17-ന് അത് വിധി പറയാനൊക്കെ മാറ്റിവെച്ചിരുന്നു. അതിനാൽ ഇതിന്റെ ഇടയിലായിരുന്നു ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കെജ്രിവാളിന്റെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുകയും ഇടക്കാല ജാമ്യം കെജ്രിവാളിന് ലഭിക്കുകയും ചെയ്തത്. അതിനാൽ തന്നെ ഇന്നലെ അവധിക്കാല ബെഞ്ചിന് മുമ്പാകെ കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ അവധിക്കാല ബെഞ്ച് പറഞ്ഞത്, അതായത് മറ്റൊരു ബെഞ്ച് വാദം കേട്ട് വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്ന കേസിൽ ഇടപെടാനില്ല. ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വിധി പറയുന്നതിനായിട്ട് ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഉന്നയിക്കാം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു വെച്ചിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സുപ്രീം കോടതി രജിസ്ട്രി ഇപ്പോൾ ഈ കെജ്രിവാളിന്റെ അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചിരിക്കുകയാണ്. വിനിഷ. ശരി ജിൽബി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം നീട്ടില്ലെന്ന് സുപ്രീം കോടതി. ജൂൺ 2-ന് തിരികെ തിഹാർ ജയിലിൽ മടങ്ങിയെത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്ന അപേക്ഷ സുപ്രീം കോടതി രജിസ്ട്രി അംഗീകരിച്ചില്ല. വിശദാംശങ്ങളാണ് ജിൽബി തോംസൺ നൽകിയത്.